പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇവിടെ നീണ്ട ഒരു 1/4 നൂറ്റാണ്ടോളം ജോലി ചെയ്ത ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഫൈസി ഉസ്താദ് എന്നാണ് വിളിക്കുക. അദ്ദേഹം മരണപ്പെട്ടു പള്ളിയിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരുപാട് ആളുകൾക്ക് ഇതുവരെ ആ വിഷമം പ്രയാസം മാറിയിട്ടില്ല. നമുക്കങ്ങനെയാണല്ലോ, ചില ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. അവർ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന മുഅദ്ദിൻ ഉസ്താദായി ജോലി ചെയ്ത ഫൈസി ഉസ്താദ്. അപ്പം അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള വേർപാട് ഒരുപാട് ദുഃഖം എറണാകുളം മഹല്ല് നിവാസികൾക്കുണ്ടായി. എങ്കിലും 4 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് വലിയ സന്തോഷമാണ്. 4 വലിയ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാൽ ഭയങ്കരമായ റാഹത്തായിരിക്കും നമ്മുടെ മരണം. കൂട്ടത്തിൽ നമുക്കൊക്കെ എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല, എങ്ങനെ മരിക്കുമെന്നറിയില്ല, എവിടെ മരിക്കുമെന്നറിയില്ല. നല്ല സ്ഥലത്ത് നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്തു മരിക്കണം. അതിനെന്ത് ചെയ്യണം? ഒരു ദുആ പതിവാക്കണം. ഏതാണ് ആ ദുആ? വിശുദ്ധമായ ഈ മാസത്തിൽ എന്നല്ല, ഇനിയുള്ള മാസങ്ങളിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ ദുആ ഇറക്കുമ്പോൾ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അവസാനം വരെ കാണാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എന്നാണെങ്കിലും മരിക്കേണ്ടവരാൻ, മരിക്കുന്ന സമയത്ത് നല്ല മരണം അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹു തആല എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പുരാതനമായ മഹല്ലായ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. നമ്മുടെ എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന പള്ളിയാണ്. ഇവിടെ ഞങ്ങളുടെ 4 ഉസ്താദുമാരാണുള്ളത്. അപ്പോൾ 2002 ഇവിടെ സേവനം തുടങ്ങി. ഏകദേശം 24 വർഷം നമ്മുടെ ഈ പള്ളിയിൽ സേവനം ചെയ്ത ഷാജഹാൻ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ്, അദ്ദേഹം ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയിൽ വെച്ച് മരണപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നമ്മളുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ മുഹറം മാസത്തിലായിരുന്നു. മുഹറം മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അതായത് വ്യാഴാഴ്ച രാത്രിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഭയങ്കരമായ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ പള്ളിയിലെ എന്നല്ല, നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന, നിസ്കരിക്കാൻ വരുന്ന ഓരോരുത്തരും ഞെട്ടിത്തെരിച്ചാണ് ആ വാർത്ത അവരറിഞ്ഞത്. പലർക്കൊന്നും ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഫൈസി ഉസ്താദ് മരണപ്പെട്ടു എന്ന വാർത്ത പലർക്കും ഇതുവരെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. കാരണം അത്രമാത്രം ജനങ്ങളോട് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, അനുകമ്പയോടെ ചിരിച്ചുകൊണ്ട് പെരുമാറിയ ഒരു സഹോദരൻ ആയിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ ഫൈസി ഉസ്താദ്, ഫൈസി എന്നാണ് വിളിക്കാറ്. ഷാജഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീട്, എൻ്റെ വീട് വടുതലയാണ്, ആലപ്പുഴ ജില്ലയിലെ വടുതലയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തേക്ക് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. 2 ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, 18-19 വയസ്സാണുള്ളത്. ഇളയത് ഒരു ആൺകുട്ടിയാണ്, 13 വയസ്സാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ 2 മക്കളെ അനാഥരാക്കി ആ സഹോദരിയെ വിധവയാക്കിയിട്ടാണ് ഈ ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വ്യാഴാഴ്ച, അതായത് മുഹറം മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, ആ വ്യാഴാഴ്ച രാത്രി ഞങ്ങൾ ഉസ്താദിനോട് സംസാരിച്ച് ഇശാ നമസ്കാരത്തിന് മുമ്പ് ഒന്നിച്ച് ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്തിരുന്നു പള്ളിയിൽ. മഗ്‌രിബ് കഴിഞ്ഞ് ഹദ്ദാദ് ഉണ്ടായിരുന്നു. പിന്നെ ഇശാ നമസ്കരിച്ചു. അതിനുശേഷമുള്ള വിത്തറും ബാക്കി ഔറാദുകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഉസ്താദ് വഫാത്തായത്. സത്യം പറഞ്ഞാൽ നമ്മളിത് അറിഞ്ഞില്ല. ഉസ്താദ് റൂമിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് റൂമിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. സുബഹി നമസ്കാരമായിട്ടും സത്യം പറഞ്ഞാൽ 4 മണി അല്ലെങ്കിൽ 4:30 ഉസ്താദ് എഴുന്നേറ്റ് നമ്മുടെ പള്ളിയിലെ ലൈറ്റ് എല്ലാം ഇട്ട് പിന്നെ നമ്മളെയൊക്കെ ബെല്ലടിപ്പിച്ച് വിളിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹിക്ക് ഉസ്താദ് എഴുന്നേറ്റിട്ടില്ല. ഉസ്താദ് എഴുന്നേറ്റ് വരുന്നില്ല. നമുക്കൊക്കെ അപ്പോഴേ ഒരു പേടി തോന്നി, എന്താ ഉസ്താദ് എഴുന്നേക്കാത്ത, ഉസ്താദിന് വീട്ടിൽ പോയോ
ഇതിൽ അത്യാവശ്യം ഇന്ന് വീട്ടിൽ പോയോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ പള്ളിയുടെ പുറത്ത് നോക്കിയപ്പോൾ അവിടെ ബൈക്ക് ഇരിപ്പുണ്ട്, ഹെൽമറ്റ് ഉണ്ട്, 2 ചെരുപ്പ് ഉണ്ട്. അപ്പോൾ മനസ്സിലായി പള്ളിയിൽ തന്നെ ആളുണ്ട് എന്ന്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു. റൂമിൽ കയറി നോക്കി, റൂമിലില്ല. പിന്നെ ഒരുപാട് അന്വേഷിച്ചു, ക്യാൻറ്റീനിൽ പോയി നോക്കി, പിന്നെ പള്ളിയുടെ മുകളിൽ പോയി നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. പള്ളിയുടെ മുകളിൽ നമ്മുടെ ഒരു ചെറിയ കെട്ടിടം പണിതിട്ടുണ്ട്. ഒരു വരുന്ന കാലത്ത് ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങാം എന്ന രൂപത്തിൽ ഒരു കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഉസ്താദ് മരണപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥ. നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം തലേന്ന് രാത്രി നമ്മൾ കണ്ട് സംസാരിച്ചിട്ട് നാളെ രാവിലെ, അതായത് വെള്ളിയാഴ്ച രാവിലെ 2-3 പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും പറയാതെ നമ്മളോടൊപ്പം ഇങ്ങനെ ഒരുപാട് സമയത്ത് ഒരുപാട് നാളിങ്ങനെ ഇടപഴകിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു യാത്ര പോലും പറയാതെ അയാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അതേ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. അങ്ങനെ ഭയങ്കര വിഷമം. 2002 ഉസ്താദ് ഇവിടെ സേവനത്തിന് വേണ്ടി വരുന്നത്. അദ്ദേഹം ഇവിടുത്തെ മുഅദ്ദിൻ ഉസ്താദാണ്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ഇമാമത്ത് നിൽക്കാനും അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും മിടുക്കനായ ഉസ്താദാണ്. നമ്മുടെ മഹല്ലിൽ മാത്രമല്ല, പരിസരത്തുള്ള ഒരുപാട് മഹല്ലുകളിലൊക്കെയുള്ള ജനാസ കുളിപ്പിക്കാൻ ഉസ്താദിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു എന്നാണ്. അതുപോലെ നമ്മുടെ പള്ളിയിലെ ഓഫീസിൽ അവിടെ ക്ലർക്കില്ലാത്തപ്പോൾ ഒരു ക്ലർക്കായിട്ട് പോലും അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതാൻ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. ഞാനും ഒക്കെ മരിക്കും, നിങ്ങളും ഒക്കെ മരിക്കും. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മൾ മരിക്കും, നമുക്ക് ഉറപ്പാണ് അല്ലേ? മരിക്കും ഉറപ്പല്ലേ? മരിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആരുമില്ലല്ലോ ഈ കൂട്ടത്തിൽ, എല്ലാവരും മരിക്കും. പക്ഷേ ഇന്ന് മരിക്കില്ല എന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത. 2 ഉറപ്പാവുന്നു. 1 മരിക്കും എന്നുള്ള ഉറപ്പുണ്ട്, 2 ഇന്ന് മരിക്കില്ലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഈ രണ്ടാമത്തെ ഉറപ്പ് നല്ലതല്ല. കാരണം ഏത് സമയത്തും മരണപ്പെടാം, എവിടെ വെച്ചും മരണപ്പെടാം, എങ്ങനെയും മരണപ്പെടാം. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ കുടുംബം വളരെ വിഷമത്തിലാണ് അവർ കഴിയുന്നത്. അല്ലാഹു തആല ആ 2 കുട്ടികൾക്ക്, 2 അനാഥ കുട്ടികളാണ്, അവർക്ക് അല്ലാഹു തആല സലാമത്ത് കൊടുക്കട്ടെ. ആ വിധവയായ ഉസ്താദിന്റെ ഭാര്യ, അവർക്ക് അല്ലാഹു തആല ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ ഉസ്താദ് നമ്മളോട് വേർപെട്ടു പോയി. നമുക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടെങ്കിലും ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ ആ ഉസ്താദിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്, നമുക്ക് സന്തോഷമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അതായത് ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹീദ ലഹു യൗമൽ ഖിയാമ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ആ ബാങ്ക് വിളി ആരൊക്കെ കേൾക്കുന്നോ, മനുഷ്യൻ കേൾക്കും, ജിന്നുകൾ കേൾക്കും, മറ്റ് ജീവജാലങ്ങൾ കേൾക്കും. ഇവരെല്ലാം, ഈ കേട്ട എല്ലാവരും നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഇയാൾക്ക് വേണ്ടി സാക്ഷി പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ നീണ്ട 24 വർഷം, നമ്മുടെ പള്ളിയിൽ നീണ്ട 24 വർഷം ജോലി ചെയ്തിട്ട് ആ ഉസ്താദ് എത്രയോ ബാങ്ക് വിളിച്ചു അല്ലേ? ഒരു ദിവസം 5 സമയത്താണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഈ 24 വർഷം കൊണ്ട്, 24 വർഷം, അതിൽ ലീവും കാര്യങ്ങളൊക്കെ കൂട്ടി 1 വർഷം കുറക്കുക, ഒരു 23 വർഷം ഒന്ന് കൂട്ടുക. ആ 23 വർഷവും അദ്ദേഹം വിളിച്ച ആ വിളിയാളം ബാങ്ക്, അതിൻ്റെ ആ ഒരു സാക്ഷിത്വം എത്രയായിരിക്കും നാളെ ആഖിറത്തിൽ വരുമ്പോൾ? ഈ പറയുന്ന എനിക്കത് കിട്ടിയിട്ടില്ല, നമ്മളിൽ പലർക്കും ആ ഒരു സൗഭാഗ്യം കിട്ടാനും പോകുന്നില്ല, കിട്ടിയിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര സൗഭാഗ്യമാണ് കിട്ടിയത്. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല കോടാനുകോടി മനുഷ്യരെ ഇങ്ങനെ നിരത്തി നിർത്തുന്ന സമയത്ത് ചില മനുഷ്യന്മാരുടെ കഴുത്തിങ്ങനെ നീണ്ടു നിൽക്കുമെന്നാണ്, ഭയങ്കര പൊക്കമായിരിക്കും. അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ആരാണെന്നറിയോ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ വിളിച്ച് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് ക്ഷണിച്ച ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ ഉസ്താദും ഫൈസി ഉസ്താദുമുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്ക് വല്ലാത്ത ദുഃഖമാണ്. മാത്രമല്ല, ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാളായി നബി തങ്ങൾ എണ്ണിയത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. എപ്പോഴും പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. ഈ സത്യം പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് ഈ മുഅദ്ദിൻ ഉസ്താദുമാരൊക്കെ, അവർക്ക് എല്ലാ സമയം പള്ളിയുടെ ഓർമ്മയാണ് അല്ലേ? വീട്ടിൽ പോയാലും പള്ളിയിൽ ആരെങ്കിലും ബാങ്ക് വിളിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള ഓർമ്മയാണ് അല്ലെ? കടയിൽ പോയാലും ഓർമ്മയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഓർമ്മയാണ്. ഇനിയിപ്പോൾ ഒരു കുടുംബത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ പള്ളിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ഒരു ചിന്ത, എപ്പോഴും പള്ളി 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 എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ആ ഒരു ഗണത്തിലും ഈ ഫൈസി ഉസ്താദ് പെടുമല്ലോ അല്ലേ? എത്രയോ മരണം നമ്മൾ കണ്ടിട്ടുണ്ട്
അല്ലേ? വെള്ളിയാഴ്ച രാവിലെ മരണം, അത് വല്ലാത്തൊരു മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അതായത് മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഒരു മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് മരിക്കുന്നതെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കൊടുക്കുമെന്നാണ്. നമ്മുടെ ഫൈസി ഉസ്താദ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലാണ്. ഉസ്താദ് മരണപ്പെടുന്നത് വ്യാഴാഴ്ച രാത്രിയാണ്. അപ്പോൾ ആ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം ഞങ്ങൾ ഉസ്താദുമാർ ഒരു ഖബർ സിയാറത്തിന് വേണ്ടി പോയപ്പോൾ ഞാനിങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ ദുആരക്കുന്നുണ്ട്. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ ഞങ്ങളെ ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് ജീവിപ്പിക്കണേ അല്ലാഹ്. വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ, അല്ലാഹുവേ തൗബയോടുകൂടി ഈമാനോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഈ ദുആ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വലതുഭാഗത്താണ് ഈ ഫൈസി ഉസ്താദ് നിൽക്കുന്നത്. അദ്ദേഹം ആമീൻ 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 പടച്ചോനെ എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ആമീൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പടച്ചോനെ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ദുആഇന്റെ ഒക്കെ ഫലമായിരിക്കാം അദ്ദേഹത്തിന് അല്ലാഹു തആല വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതിനുശേഷം കേൾക്കണോ നിങ്ങൾക്ക്? അതായത് വെള്ളിയാഴ്ച ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞാണ് ഇദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ എടുത്തു, പോലീസുകാർ വന്നു. അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, കാരണം അറ്റാക്കായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അറ്റാക്കായിട്ട് മരണപ്പെട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിലെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് കുളിപ്പിച്ച് നമ്മൾ നമ്മുടെ പള്ളിയിൽ, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. കാരണം 24 വർഷം ജോലി ചെയ്ത ഉസ്താദല്ലേ. അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയതും ഇപ്പോൾ ഉള്ളതുമായ തലമുറയെ എല്ലാവരെയും അറിയാം ഈ ഉസ്താദിന്. അവർക്കുമൊക്കെ മറക്കാൻ പറ്റാത്ത ഉസ്താദാണ്. കാരണം ഓരോ വീട്ടിലെയും അംഗത്തെ പോലെയാണ് ഈ ഉസ്താദ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ദുആ വന്നാൽ, എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഉസ്താദിനെയാണ് ആദ്യം ക്ഷണിക്കുക. അത്രമാത്രം ജനങ്ങൾക്കിടയിൽ പോപ്പുലറായ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദിന്റെ ജനാസ കറക്റ്റ് ജുമാ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ എത്തുകയും ജുമാ നമസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ ഏകദേശം 30,000-ഓളം ആളുകളാണ് അന്ന് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കരിക്കാൻ ഉണ്ടായിരുന്നത്. ആ 3000-ഓളം മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ മയ്യത്ത് നിസ്കാരമാണ് ആ ഒരൊറ്റ സമയം കൊണ്ട് ഫൈസി ഉസ്താദിന് കിട്ടിയത്. നമ്മളിൽ ആർക്കുണ്ട് ആ ഭാഗ്യം കിട്ടുക? നമുക്കറിയില്ല. മരിച്ചാൽ എത്ര പേരുണ്ടാകും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാനെന്ന് അറിയില്ല. എത്രയോ ആളുകളാണ് ആ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാസീനൊക്കെ ഓതി ദുആ ചെയ്തു അദ്ദേഹത്തെ. പിന്നെ അദ്ദേഹത്തിന്റെ നാടാകുന്ന, എന്റെയും നാടാകുന്ന വടുതല കാട്ടുപുറം പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ജനാസ അടക്കം ചെയ്തത്. ഏകദേശം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അടക്കം ചെയ്യുന്നത്. ആ സമയത്ത് ഏകദേശം ഒരു 500-ലധികം ആളുകൾ അവിടെ നിസ്കരിക്കാനുണ്ടായിരുന്നു. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരു 500-ലധികം ആളുകൾ ഉണ്ടായി കാണും. അപ്പോൾ ഒരു 10,3500-ലധികം മയ്യത്ത് നിസ്കാരങ്ങൾ, ദുആകൾ, ദിക്റുകൾ ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ആ വെള്ളിയാഴ്ച മഗ്രിബിന് മുമ്പുള്ള ആ ഒരു സമയത്ത് അദ്ദേഹം ഖബറാകുന്ന ലോകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു കണക്കിന് നോക്കിയാൽ അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്. കാരണം നിസ്കാരമൊന്നും ഖളായില്ല. അവസാനത്തെ വഖത്ത് നിസ്കാരം, ഇശാ നിസ്കാരവും ജമാഅത്തോടുകൂടി നിസ്കരിച്ച ശേഷമുള്ള സുന്നത്തും ഒക്കെ നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് അല്ലേ? എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അദ്ദേഹം സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ആളാണ്. ഒരുപാട് ഖത്തുമുകൾ ഓതുന്ന ആളാണ്. ദിക്റുകൾ എപ്പോഴും പറയുന്ന ആളാണ്. എപ്പോഴും യാസീൻ ഓതും. എല്ലാ ദിവസവും യാസീൻ ആ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഓതുന്ന ആളായിരുന്നു. അപ്പം എത്രയോ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളും മരിക്കുന്ന സമയത്ത് നമുക്കും ഇങ്ങനെ നല്ല സൗഭാഗ്യം കിട്ടി മരിക്കണം. എത്രയോ ഉസ്താദുമാർ നിസ്കാരത്തിൽ മരണപ്പെടുന്നു. നമ്മൾ വായിച്ചല്ലോ, ഒരു മാസമായി കാണും, കർണാടക മംഗലാപുരം ഭാഗത്തൊരു ഉസ്താദ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പോയല്ലോ. അതൊക്കെ എത്ര വലിയ ഭാഗ്യമാണ്. ചില ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്നു, നോമ്പുകാരായിട്ട് മരിക്കുന്നു. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നല്ല മരണം തരണേ അല്ലാഹ്. നമുക്കൊക്കെ നല്ല ജീവിതത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കും, നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വായുണ്ട്, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. എൻ്റെ ഉമ്മമാരൊക്കെ പഠിച്ചു വെക്കേണ്ട ദ്വായാണ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്, കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇദ്ദേഹത്തെ മരിക്കുമ്പോൾ ഏകദേശം 50 അടുത്ത വയസ്സാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്.
വല്ല കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഒന്നും ഉള്ള ആളല്ല. പക്ഷെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിധി വന്നു. നമ്മളും ഒക്കെ അങ്ങനെ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഏത് സമയത്തും മരണം വന്നാലും അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം. മറ്റുള്ളവരുടെ പിണക്കങ്ങൾ, വഴക്കുകൾ അതൊക്കെ മാറ്റിവെക്കുക. ഇടപാടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പറഞ്ഞു വെക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക. എപ്പോഴും നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അവസാനത്തെ വക്കത്ത് നിസ്കാരമാണെന്ന് ചിന്തിച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിലൊരു ഖുശൂഉ നമുക്കുണ്ടാകും. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു ഇതിൻ്റെ അവസാനത്തെ ഖുർആൻ ഓത്താണോ എന്ന് ചിന്തിച്ച് ഓതുമ്പോൾ അതിന് വലിയൊരു ഇഖ്ലാസ് ഉണ്ടാകും. അപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹു തആല ആ ഉസ്താദിനോടൊപ്പം, ഫൈസി ഉസ്താദിനോടൊപ്പം, അതിനു മുമ്പ് നമ്മുടെ പള്ളിയിൽ ഏകദേശം ഇതുപോലെ തന്നെ 10-24 വർഷം ജോലി ചെയ്ത ഒരു ഹനീഫ ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദും മരണപ്പെട്ടു പോയി. അള്ളാഹു തആല ആ മരണപ്പെട്ട ഉസ്താദുമാരോടൊപ്പം നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരിമാര്, സഹോദരങ്ങൾ, കൊച്ചാപ്പമാര്, മൂത്താപ്പമാര്, മാമിമാര്, മാമമാര്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാർ, നാട്ടുകാർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഖബറിലാണ്. അള്ളാഹു തആല എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, സമാധാനത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു തആല അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ച ദുആ മറക്കണ്ട. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എപ്പോഴും നമ്മുടെ ദുആകളിൽ ഈ ദുആ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.